ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഓഫീസിൽ ഞങ്ങളല്ല, ഞാൻ ഓഫീസിൽ പോകാനും ഞാൻ സ്കൂളിൽ പോകാൻ ഇറങ്ങിയേക്കും. ഇപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താണെന്നറിയാമോ? ഇന്ന് കാർത്തികയാണ്, പിന്നെ എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എന്തായാലും ഓഫീസിൽ സ്കൂളിലൊക്കെ ഇറങ്ങി. ഇപ്പം എനിക്ക് രാവിലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ദർശന വിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ സ്വന്തമായി എന്നെ വിഷ് ചെയ്യുന്നു. നോക്കുമ്പോഴത്തേക്ക് അലാറം എന്നെ വിഷ് ചെയ്യുന്നു. ഫോൺ ഗൂഗിളാണെന്ന് തോന്നുന്നു എന്നെ വിഷ് ചെയ്യുന്നു. അപ്പം പിന്നെ ദർശന വിഷ് ചെയ്തു. പിന്നെ എന്താ, ഒന്ന് എടുത്ത് തന്നെ പറയട്ടെ, ഇത് എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വന്ന മെസ്സേജസ് ആണ്. എനിക്ക് ഒന്നും തന്നെ ഓപ്പൺ ആക്കാനുള്ള പറ്റുന്നില്ല, കാരണം ഫുൾ ഓപ്പൺ ആക്കി എത്തത്തില്ല. എന്നിട്ടും കുറേയൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. തരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത്രയും മാത്രം മെസ്സേജസ് ഓപ്പൺ ആക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. കുറേ മാത്രം മെസ്സേജ് ഇതിന് മുന്നേ ഉള്ളതുകൊണ്ട്, ബർത്ത്ഡേ ആയതുകൊണ്ട് കുറേ ആൾക്കാർ പിന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഓപ്പൺ ആക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ വേറെ ആരും ഒന്നും വിചാരിക്കരുത്, കാരണം ഓപ്പൺ ആക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ തന്നെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടിക്ക് എന്നെ ഓരോരുത്തർ വിഷ് ചെയ്ത് തുടങ്ങി. അല്ലാതെ എൻ്റെ കുടുംബക്കാർക്ക് പോലും ഞാൻ ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള അവർ അറിഞ്ഞില്ല കേട്ടോ. കുടുംബക്കാരെ എന്തിനാ പറയണം, എൻ്റെ സ്വന്തം വീട്ടിലുള്ള എൻ്റെ സ്വന്തം ചേട്ടന് പോലും ബർത്ത്ഡേ ആണെന്നുള്ള വിഷ് ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമം. അങ്ങനെ ബാക്കിയുള്ള നമുക്ക് ഫേസ്ബുക്കിനകത്ത് കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി അറിഞ്ഞിട്ട് കുറേശ്ശെ ആൾക്കാർ ഡയറക്റ്റ് വന്ന് വിഷ് ചെയ്തു. പിന്നെ ഞാൻ തന്നെ ഇട്ട് സ്റ്റാറ്റസ് കണ്ടിക്കുള്ള വിഷ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും കേട്ടോ. പിന്നെ എല്ലാവരെയും സ്ക്രീൻഷോട്ട് ഞാൻ അപ്പോഴപ്പോഴും അടിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ വിട്ടുപോയാലും വിഷ് ചെയ്ത എല്ലാവരെയും. അപ്പോൾ എനിക്ക് വേണ്ടി വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം എനിക്ക് അറിയാവുന്നവരാണ് എനിക്ക് കൂടുതലും വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കാർത്തിക ദിവസത്തിൻ്റെ ബർത്ത്ഡേ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരു നല്ല ദിവസത്തിൻ്റെ ബർത്ത്ഡേ വന്നിട്ടില്ല. ബർത്ത്ഡേ ആണ്, ജന്മനാളല്ല. പിന്നെ എല്ലാ വർഷവും ഞാനൊരു കേക്ക് വാങ്ങി സർപ്രൈസായിട്ട് ഞാൻ തന്നെ അങ്ങ് മുറിയും കേട്ടോ. ഈ വർഷം ഞാൻ എന്തായാലും വാങ്ങിയില്ല. ഇവിടെ ചിലർക്ക് സർപ്രൈസ് തരുമോ എന്ന് നോക്കി, പക്ഷേ അവിടെ ഞാൻ ആരായി? ഞാൻ ശശിയായി. അതുകൊണ്ട് തന്നെ കേക്കും ഇല്ല, ഒന്നുമില്ല. ഈ വർഷത്തെ ബർത്ത്ഡേ ആണ് ഇതുപോലെ അങ്ങ് പോയത് കേട്ടോ. ഒരു കേക്ക് പോലും വാങ്ങിക്കാണ്ട് ഞാൻ എല്ലാ വർഷവും ഞാനെങ്കിലും കേക്ക് വാങ്ങിച്ച് മുറിക്കുമായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ പഴയ കൊള്ളക്കാരന്മാർ എല്ലാവരും എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസും ഒക്കെ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചു. അവർക്ക് സന്തോഷമായിക്കോട്ടെ, എനിക്കൊരു സന്തോഷമായിക്കോട്ടെ. ബർത്ത്ഡേ നമുക്കത് ഒന്നേ ഉള്ളൂ. അത് നമ്മൾ കുട്ടിക്കാലത്തൊന്നും അത് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ അറിവ് വെച്ച് നമുക്ക് സമയം പൈസ കിട്ടി നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയത്ത് വെച്ചിട്ടുള്ള ബർത്ത്ഡേസൊക്കെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റായിട്ട് ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവരുടെയും ഞാൻ എടുത്തിട്ടുണ്ട്. ആരുടെയും മിസ്സായിട്ടുണ്ടെങ്കിൽ സോറി എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും എന്നെ വിഷ് ചെയ്ത് എല്ലാവരുടെയും ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല ബർത്ത്ഡേകൾ ഉണ്ടായിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സർവേശ്വരൻ എനിക്ക് ഐശ്വര്യം തരട്ടെ എന്ന് ഞാൻ എന്നോട് സ്വന്തമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗസ്. ഇത് ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് കാർത്തിക ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് ഫുള്ള് വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ഓട്ട പ്രദർശനമാണ്. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വന്ന് 5 മണിയപ്പോൾ ഞാൻ വന്നു കേട്ടോ. എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാത്തവർക്ക് മുട്ടായി കൊടുക്കും. അതാണ് എൻ്റെ അന്തസ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. തിന്നോ, മുട്ടായി തിന്നോ? വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ തിന്നാൻ അറിയാം. കാണട്ടെ 10 പേര്. നമ്മൾ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് മതിലൊക്കെ വെച്ച് കഴിഞ്ഞു ഗൈസ്. ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താ, എനിക്കുള്ള അവിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, 2 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വിളക്കിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു കരിക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കരിക്കും അതൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ദീപം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോനോട് മതിലുള്ള ദീപം തെളിയിക്കാനായിട്ട് ഇറങ്ങിപ്പോയി. ഞാനിവിടെ വിളക്ക് കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചു. പിന്നെ മേളിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റത് വെച്ചു. പിന്നെ മതിലിലും എഴുതിരി വെച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പം എല്ലാവർക്കും ഈ വർഷത്തെ കാർത്തിക നല്ലൊരു കാർത്തിക ഓർമ്മയായിരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാൻ കേട്ടോ. ഞാൻ മേളിൽ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കാരണം അത് ലാസ്റ്റാണ് വെച്ചത് കേട്ടോ. അപ്പോൾ താഴെ ഏകദേശമൊക്കെ സെറ്റായ ശേഷമാണ് ഞാൻ മേളിലേക്ക് കയറിയത്. അപ്പോൾ അതും കഴിഞ്ഞ ശേഷം ഞാൻ താഴെ ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ തരുന്നത്. പറ്റുന്ന പോലെയൊക്കെ വെച്ച് കേട്ടോ. ഞങ്ങൾ മതിലൊക്കെ വെച്ച് തവണ ഇത് നമ്മുടെ ഫ്രണ്ട് കണ്ടോ, ഇങ്ങനെയാണ് ലൈറ്റൊക്കെ ലൈറ്റ് സെക്ഷൻ ലൈറ്റൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലൊക്കെ കാർത്തിക ദീപം തെളിയിച്ച് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഫോട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന ഐറ്റം തിന്നാൻ പോകും. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ശിവഗിരിയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ അവിച്ച് വെച്ചിരുന്ന ഐറ്റം കഴിച്ചു കേട്ടോ. അതിനുവേണ്ടി ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻ്റെ ഈ വർഷത്തെ കാർത്തിക വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ ഈ വർഷത്തിൻ്റെ കാർത്തിക വിശേഷങ്ങൾ.
അപ്പോൾ നമ്മുടെ കാർത്തിക ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇനി നമ്മൾ അവിച്ചതൊക്കെ കഴിക്കണം. ലിയോയ്ക്ക് പ്രാന്ത് നമ്മൾ മേളം വെച്ചൊന്നും അറിയാൻ പറ്റും. ഇത് വേറൊരു പ്രാന്ത്, ഇത് വേറൊരു വട്ട്. അങ്ങനെ ഞങ്ങൾ വെളിയിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഹാളിലിരുന്ന് ഒരു വലിയ ഇലയൊക്കെ വെട്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും കഴിക്കുന്നത്. പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഇലയൊക്കെ എടുത്തിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, കിഴങ്ങും ചേമ്പും അങ്ങനത്തെ 2 ഐറ്റംസേ ഉള്ളൂ. എന്നാലും ചമ്മന്തിയും മുളക് കറിയൊക്കെ കൂട്ടി അത് അടിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർത്തിക. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ സ്ട്രോ എടുക്കാൻ പോയാണ്. എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് ദാഹിച്ച് ഞാനും കുടിച്ചിട്ടില്ല. സ്ട്രോ ആയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ അംഗം തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ ഗൈസ്. ഇതോടി കാർത്തിക എന്ന ദിവസം വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത്. ടാറ്റാ, ബൈ ബൈ.